സുഹൃത്തുക്കളെ, അപ്പം ഇന്ന് സ്പേസർ ഇടുന്ന ഒരു ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അപ്പോക്സി ചെയ്യുന്ന രീതികളെക്കുറിച്ചുള്ളൊരു അഭിപ്രായ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ പല പോർഷനായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതേക്കുറിച്ചുള്ളൊരു സംസാരം, നമ്മൾ കാര്യം പറയുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പം ബിൽഡിംഗ് കെയർ സൊല്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പല സൈറ്റുകളും പല ആളുകളും ചെയ്യുന്നൊരു കാര്യം കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്പേസർ ഇട്ട് വിരിച്ച ജോയിൻറ്റുകളൊക്കെ സിമെൻറ്റിൽ ജോയിൻറ്റ് ഫിൽ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ അപ്പോക്സി ഇടുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ഈ സ്പേസർ ഇട്ടു ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പല ആളുകളും ചിലപ്പോൾ അതിൽ പ്ലസ് സ്പേസർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്പേസർ ആണെങ്കിൽ അത് ഒക്കെ ഇട്ടിട്ട് അത് തട്ടിയത് ഒഴിവാക്കുന്നില്ല, അതിൻ്റെ ഇടയിലത്തെ ഒഴിവാക്കാതെ ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പം ഏറെ എന്താണെന്ന് വെച്ചാൽ ഈ അപ്പോക്സി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അത്യാവശ്യം റേറ്റ് വാങ്ങി ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ്. കാരണം ഒന്ന്, ഇത് ടൈൽസിന് ചെറിയ രീതിയിലുള്ള വികസിക്കൽ, ചുരുങ്ങൽ ഒക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് കമ്പനികൾ പറയുന്നത്. അപ്പം ഇങ്ങനെ തട്ടിയെടുക്കുന്ന സമയത്ത് അതിൽ പൊട്ടിപ്പോകുന്ന പീസ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഷോൾഡർ, ഈ കമ്പികളൊക്കെ തൊട്ടി അതുകൊണ്ട് ഉരുക്കി അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിലത്തെ തട്ടിയെടുത്ത് ക്ലീൻ ചെയ്യുക വേണം. അതുപോലെ തന്നെ പ്ലസ് സ്പേസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിലേക്ക് ഗമ്മിലേക്ക് അല്ലെങ്കിൽ സിമെൻറ്റിലേക്ക് താത്തി വിടുക, അല്ലെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ രീതിയിലുള്ള വികസനം ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ സ്പേസറും തട്ടിയിട്ട് ഈ ഒരു ചെറിയ വികസനം, നമുക്ക് കമ്പനി പറയപ്പെടുന്ന രീതിയിൽ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള സംഭവം അവിടെ സംഭവിക്കാതിരിക്കുകയും ടൈൽസ് മുകളിലേക്ക് പൊന്തിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, ഒക്കെ മെഷീൻ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ഇതിലത്തെ ഇടയത്തെ പൊടികൾ എല്ലാം ക്ലീൻ ചെയ്തതാണ്. വെള്ളത്തിന് ക്ലീൻ ചെയ്ത് ആദ്യം മെഷീൻ പൊടികളൊക്കെ എടുത്തു, പിന്നെ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? സിമെൻറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. കാരണം സിമെൻറ്റ് പാറ പോലെ ഉറച്ചു പോകുന്നൊരു സംഭവമായത് കാരണം സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ടൈൽസ് അഥവാ ചെറിയ രീതിയിൽ വികസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ഇത് നടക്കില്ല. അപ്പം എന്താ വെച്ചാൽ ടൈൽസ് മേലേക്ക് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ടൈൽസ് മുകളിൽ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ ഹരിശ്രീ അശോകൻ്റെ വീട്ടിൽ ടൈൽസ് കംപ്ലൈൻറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കമ്പനികൾ പറയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90% അത് ഒഴിവാക്കും. പിന്നെ ഉത്തരവാദിത്തം കമ്പനികൾക്ക് കുറച്ചും കൂടി കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സിമെൻറ്റ് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നതിന് പകരം സിമെൻറ്റ്, നമ്മൾ ജോയിൻറ്റ് ഫില്ലിംഗ് പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേഡ് കൂടിയ പോളിമർ കണ്ടൻറ്റ് കൂടിയ ഗമ്മുകൾ ഇട്ടിട്ട് ജോയിൻറ്റ് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ വർക്ക് മറ്റുള്ള ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട വർക്കാണ്. അതുപോലെ തന്നെ 3 mm സ്പേസറാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ 3 mm ഡെപ്തും അതുപോലെ വടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, 3 mm തന്നെ ഒരു കട്ട പോലെ വേണം ഈ അപ്പോക്സി ചെയ്യാൻ. പല സ്ഥലത്തും പല ആളുകളും അങ്ങനെ ചെയ്ത് കാണില്ല. പക്ഷേ അവർക്ക് റേറ്റ് കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പം അത് ആ രീതിയിലാണ് ചെയ്യാൻ കഴിയുള്ളൂ. മിനിമം 10 രൂപ 8 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടിയാൽ തന്നെയാണ് അപ്പോക്സി മുതലാവുള്ളൂ. 10 രൂപയെങ്കിലും കിട്ടിയാലാണ് മെഷീനൊക്കെ വെച്ച് നല്ലതുപോലെ അതിൻ്റെ ജോയിൻറ്റ് പൗഡറൊക്കെ എടുത്ത് പിന്നെ നല്ലതുപോലെ അണ്ടർ ഫില്ലിങ് ചെയ്ത്, അതുപോലെ തന്നെ ഈ 3 mm എന്നൊക്കെ പറയുന്നത് അണ്ടർ ഫില്ല് ചെയ്തതിന് ശേഷം അത് വടിച്ച് ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണമെങ്കിൽ റേറ്റ് കിട്ടിയേ പറ്റുള്ളൂ. അല്ലാതെ ടൈൽസ് ഒരു 20 രൂപയ്ക്ക് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2 രൂപയും കൂട്ടിയിട്ട് അപ്പോക്സി ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈൽസ് ഒട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഈ അണ്ടർ ഫില്ലിങ് ചെയ്ത് പോരും. ആ ഗ്രൗട്ട് തന്നെ അല്ലെങ്കിൽ ഏതാ ഗ്രേഡ് വെച്ചാൽ ആ ഗ്രേഡിനായിട്ട് അടച്ചിന് പോന്നിട്ട് എന്ത് ചെയ്യും, ഇതിലൊക്കെ പിന്നെ അപ്പോക്സി കറക്റ്റൊന്നും അതിൻ്റെ അടുത്തൊന്നും കറക്റ്റ് ചെയ്യാതെ അപ്പോക്സി ചെയ്ത് പോരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് ആ റേറ്റ് കുറഞ്ഞ് ചെയ്യുമ്പം അപ്പം മിക്കവാറും ആളുകൾ ചിന്തിക്കണം എന്താ വെച്ചാൽ, ജോയിൻറ്റ് ഫില്ലിങ്ങിൻ്റെ പണി കുറവാണല്ലോ, അപ്പോൾ അപ്പോക്സി റേറ്റും കിട്ടുമല്ലോ, 2 രൂപയും കൂട്ടി കിട്ടുമല്ലോ എന്നുള്ള ചിന്ത. പക്ഷേ അതങ്ങനെ ചെയ്യുന്നത് തെറ്റായ ഒരു രീതിയാണ് എന്ന് ഉണ്ട്. കാരണം അപ്പോക്സി കറക്റ്റ് അടുത്ത് അതേമാതിരി ഒരേ കനവും ഇതിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും വരാം. എന്തായാലും ആ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം അപ്പോക്സിയുടേതായ ഒരു റേറ്റ് വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആ റേറ്റ് കൊടുത്തുകൊണ്ട് വേണം അത് കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത പണിക്കാരനും പ്രശ്നമാണ്, വീട്ടുകാർക്കും പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അപ്പോക്സിക്ക് സെപ്പറേറ്റ് ഒരു റേറ്റ് കൊടുക്കുക, വിൽക്കണേൻ്റെ റേറ്റും കൊടുക്കുക. അത് വാങ്ങും ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക, പിന്നീട് ഒരു പ്രശ്നങ്ങളില്ലാതെ കമ്പനികളുടെ ഒരു ഉത്തരവാദിത്വം അവരുടെ ഗ്യാരണ്ടിയൊക്കെ കിട്ടണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നേ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 25 രൂപയ്ക്ക് അല്ലെങ്കിൽ 23 രൂപയ്ക്ക് 2-4 ടൈലൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണിയെടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. കാരണം നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു വർക്കേഴ്സിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതല്ലാതെ ജോയിൻറ്റ് ഫില്ലറിൻ്റെ പണി ലാഭമാണല്ലോ, അപ്പോക്സിക്ക് 2 രൂപയും കൂട്ടി കിട്ടും, അതേ പണിന് വരുള്ളൂ ചിന്തിക്കുന്നവർ. ടൈൽസ് ഒട്ടിക്കുന്ന റേറ്റിനെക്കാട്ടിലും 2 രൂപ കൂട്ടിയിട്ടെടുത്താലും മുതലാവും. പക്ഷേ വർക്ക് കൃത്യമായിട്ട് അതിൻ്റേതായ സിസ്റ്റത്തിൽ പിന്നെ ഓരോന്നിൻ്റെയും രീതിക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റേതായ റേറ്റ് കൊടുത്തിട്ട് തന്നെ പണിയെടുപ്പിക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് തന്നെയാണ് ഭാവിയിൽ പ്രശ്നം വരിക. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി ചിലവ് വരും. ഓക്കെ, അപ്പം വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇതിപ്പോൾ ആരും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒരു ഇതായിട്ടോ പറയല്ല കേട്ടോ. കുറേ ആളുകൾ അപ്പോക്സി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ജോയിൻ്റ് ഇറക്കലാണ് എന്നുള്ള രീതിയിൽ ചെയ്യിക്കുകയും അതുപോലെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് അല്ല എന്നുള്ളത് പിന്നെ ഇനി ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും കമ്പനികളുടെ ആളുകളെ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നല്ല രീതിയിലൊരു സൗഹാർദ്ദപരമായ ചർച്ചകൾ നടത്തുക. കാരണം അത് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല. നമ്മൾ അഭിപ്രായങ്ങൾ, നല്ല നല്ല വീടുകൾ, സ്വപ്നങ്ങൾ സബലീകരിക്കുമ്പം നല്ല രീതിയിലാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഇടുന്ന വീഡിയോകളാണ്. നമ്മൾ അറിവ് ഓരോ ആളുകൾക്കും പകർന്നു നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പം നമുക്കും അത് ഉപകാരപ്പെടും. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല വീഡിയോകൾ ഇടാനും ഒക്കെ നമുക്കും ഉപകാരപ്പെടും എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരു വീഡിയോനെ വീണ്ടും വന്നിട്ടൊക്കെ ഉണ്ടാവും. ഒരു അഭിപ്രായ ചർച്ചയാണ് കേട്ടോ. ഓക്കെ.